ഹലോ ഗൈസ്, നമ്മൾ ഓൾറെഡി ഒരു സ്ലിറ്റ് ചുരിദാർ എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നത് എന്നുള്ളതും അതിന്റെ മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ആം ഹോൾ നമ്മൾ എടുക്കുന്നതെന്നുള്ളതാണ്. കുറെ പേര് എൻ്റെ കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമന്റ്സിൽ മാത്രമല്ല പേഴ്സണലായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആം ഹോൾ എടുക്കുന്നത് എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോ അവർക്ക് ഇതുവരെ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ എങ്ങനെയാണ് ആം ഹോൾ എടുക്കുന്നതെന്നും അതുപോലെ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളതിന്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ നോർമലി കട്ട് ചെയ്യുമ്പോൾ ബാക്കിലുള്ളത് ആദ്യം എടുത്ത് വെക്കും ആം ഹോൾ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ബാക്കിലെ ആം ഹോൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നമ്മളുടെ ഷോൾഡർ ലെങ്ത് എത്രയാണോ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു അഡൾട്ടിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15, 14, 16, 17 അങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ ഷോൾഡർ ഇവിടെ 15ആണ്. ഇൻ കേസ് നമ്മുടെ ഷോൾഡർ 15 ആണെന്നുണ്ടെങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പൊ എത്ര കിട്ടുന്നേ -2 ചെയ്യാം. -2 ചെയ്തു. ദെൻ അപ്പൊ എത്ര കിട്ടുന്നു അതിനോടുകൂടി 1/2 ഇഞ്ച് കൂട്ടിയിട്ട് ഞാൻ 6 എടുത്തു. ഇത് ചുരിദാറിന്റെ കേസിലൊക്കെയാണ്. ഇനി ഇതിന്റെ ബ്ലൗസിന്റെ കേസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 1/2 അങ്ങോട്ട് മിസ് ചെയ്ത് കളയും. 5.5 നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 5.5 തന്നെയാണ് ഇവിടെ നോട്ട് ചെയ്യാം നമ്മൾ. ഇനി പോട്ടെ, നമ്മളിതൊരു കോളർ ചുരിദാറിന്റെ കേസിലാണെങ്കിൽ ഒരു 1/2 കൂടി എടുക്കും. അങ്ങനെ ഇവിടെ ടോട്ടല് 6.5 വരിക കേട്ടോ. അപ്പൊ ഷോൾഡർ നമ്മൾ എടുത്തു. ഇനി നമ്മുടെ ആം ഹോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അളവെടുക്കുന്ന കേസിൽ നല്ല ടൈറ്റ് ചെയ്തിട്ട് വേണം. നല്ല ടൈറ്റും അല്ല നല്ല ലൂസും അല്ല, ഒരു അത്യാവശ്യം ടൈറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതെടുക്കുക. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 15 ആണ്. അതിന് ഇതുപോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സെയിം സ്റ്റെപ്പുകൾ 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കുക. അങ്ങനെ എനിക്ക് 6 കിട്ടി. ഇത്രയും ചെയ്തിട്ട് എൻഡിൽ 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കുക. അപ്പൊ എനിക്ക് 6 കിട്ടി. 6ആണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതായത് ഇവിടേക്ക് 6ഉം ഇവിടേക്കും 6 തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടത്തെ ലെങ്ത് എടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് +2 ചെയ്യാം. അപ്പൊ എത്രയാണ് കിട്ടുന്നത് അതാണ് നമ്മുടെ ചെസ്റ്റ്. അപ്പൊ അതായത് ശരിക്കും ആക്ച്വൽ ചെസ്റ്റ് നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. അതായത് 8.5 പക്ഷെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 10 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചെസ്റ്റ് നമുക്കിവിടെ 10 നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ചിലർ 1.5 തയ്യൽ തുമ്പൊക്കെ ഇടുന്നുണ്ട്. നമ്മളിവിടെ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന അളവുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അതായത് തയ്യൽ തുമ്പ് ഇടുന്നതിന്റെ ഒക്കെ ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിന്റെ ഉള്ളതാണ് കേട്ടോ. 1.5 ഇടുന്നവരുണ്ട്, 2 ഇടുന്നവരുണ്ട്, ബ്ലൗസിനൊക്കെ ചിലർ 3 ഇടുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഇവിടെ ചെസ്റ്റും കൂടി അളവെടുത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇവിടെ ഇത് സ്ക്വയർ ആയിട്ട് നമ്മളിങ്ങനെ വരയ്ക്കും. ഓക്കെ, ഇങ്ങനെ നമ്മൾ വരച്ചതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ നിങ്ങൾ ഡയഗണലി നമ്മളൊരു 1.5 ഇഞ്ച്, ബാക്കിന്റെ കേസാണ് ഞാൻ പറയുന്നത്, 1.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യും. ഈ 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ എടുക്കുന്നതിന്റെ മിഡ് പോയിന്റ് അടയാളപ്പെടുത്തുക. ഇത് എത്രയാണോ അതിന്റെ മിഡ് പോയിന്റ്, അപ്പൊ അതവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്റെ ആക്ച്വൽ ലെങ്ത് നമ്മൾ ഇത് ഫോൾഡ് ചെയ്തിട്ടാണല്ലോ ഇടുന്നത്. ഈ ചുരിദാർ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ 4ആക്കി മടക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇതിന്റെ 4ആക്കി മടക്കിയ എത്ര കിട്ടുക, അതായത് എന്റെ ചെസ്റ്റ് 34 ആണെന്നുണ്ടെങ്കിൽ 34/4 എത്രയാണ് 8.5. അപ്പോൾ 8.5 ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക ഫസ്റ്റ് തന്നെ. ദെൻ നമ്മളിവിടെ 1.5 കൂടി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ മിഡ് പോയിന്റിനോട് ചേർത്ത് പിടിച്ച് അതേപോലെ ഈ ആക്ച്വൽ ചെസ്റ്റ് വരെ ഒരു കർവ് പോലെ വരച്ചിടാം. അപ്പൊ നമുക്ക് ബാക്കിലത്തെ ഈ ഷേപ്പ് കിട്ടും, കർവ് ഷേപ്പ് കിട്ടും. അതാണ് നമ്മുടെ ബാക്കിലത്തെ ആം ഹോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് കേസാണ് കേട്ടോ പറയുന്നത്. ഫ്രണ്ട് കേസിന് നമ്മൾ ഡയഗണലി വരയ്ക്കുന്നത് 1 ഇഞ്ച് വരയ്ക്കുന്നുള്ളൂ. ആകെ 1 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിഡ് പോയിന്റ് അവിടെ കിടക്കട്ടെ. മിഡ് പോയിന്റ് ഇവിടെ നിന്ന് 1/2 ഇഞ്ച്, ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ബാക്കിലേക്ക് എടുത്ത് ഒരു മുകളിൽ നിന്ന് ഒരു ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ വരച്ച് ആക്ച്വൽ ലെങ്ത്തിന്റെ അവിടേക്ക് ഇങ്ങനെ എത്തിക്കുക, ഒരു കർവ് പോലെ എത്തിക്കുക. അപ്പൊ നമുക്ക് അത് രണ്ടും ആയില്ലേ, ഫ്രണ്ടും കിട്ടി. ഇതാണ് ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കുഴിച്ചു വെട്ടുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടുണ്ട്. ബാക്ക് നമ്മൾ ഇത് ഇനി വെട്ടേണ്ട സമയത്ത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4ആക്കി മടക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം ബാക്ക് വെട്ടുക, ദെൻ ആ ബാക്ക് എടുത്ത് മാറ്റുക, അതിനുശേഷം ഫ്രണ്ട് കൈക്കുഴി ഇങ്ങനെ കുഴിച്ചു വെട്ടുക. ഓക്കെ, നമ്മളിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ആം ഹോൾ ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാ സ്ലീവ് ചെയ്യുന്നതിന്റെ വീഡിയോ നമ്മൾ അടുത്ത പാർട്ടിലിടും കേട്ടോ.